Pauli's exclusion principle? നിങ്ങൾക്ക് റോൾ നമ്പർ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ, ടീച്ചർ തന്നിട്ടില്ല അല്ലേ? ഐശ്വര്യ CR, what is Pauli's exclusion principle? ഐശ്വര്യ പറഞ്ഞേ. ടീച്ചർ ആ, ഞാൻ ഈ ഇതും ഒരു ഓക്കെ പറഞ്ഞു. Okay, what is Heisenberg uncertainty principle? The position ഇമ്പോസിഷൻ എഴുതണേ. ഇമ്പോസിഷൻ എഴുതിയില്ലെങ്കിൽ പിള്ളേരെ ആ ടെസ്റ്റ് പേപ്പറിന്റെ മാർക്ക് എനിക്ക് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ എണ്ണം നോക്കി. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ വിറ്റ് കേൾക്കണോ, എല്ലാവർക്കും 10 മാർക്സ്. അപ്പം ഞാൻ അങ്ങനെ അവിടെ ഒരു അറസ്റ്റഡ് ആയിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ നിങ്ങൾ അറിയില്ല, പക്ഷെ ഞാനത് നോക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈ കുറച്ച് ദിവസത്തിനകം അതിനൊരു വകുപ്പ് കണ്ടെത്തും കേട്ടോ. ഈ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയും, അത് പ്ലസ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇമ്പോസിഷൻ എല്ലാം അപ് ടു ഡേറ്റ് ആണോ, ഇതൊക്കെ ഞാൻ നേരിട്ട് അറിയുന്നത്, പ്ലസ് കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് അതിനുള്ള. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കണം എൻ്റെ ഒരു രീതി കേട്ടോ. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റേത് എല്ലാവരും നല്ലതായിട്ട് പഠിച്ചിട്ടായിരിക്കും, കൊച്ചു ടെസ്റ്റ് പേപ്പർ ആയിട്ടായിരിക്കാം. മിക്കവാറും 8:30, 9, 9:30, 10. എനിക്ക് തന്നെ അതൊരു, അപ്പം മറ്റു വിഷയങ്ങൾക്ക് എങ്ങനെയാണെന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്യാം കേട്ടോ. അപ്പം നീ പഠിച്ചിട്ടില്ല, നീ ഇമ്പോസിഷൻ എഴുതിയിട്ടില്ല. അലീന ടോം ടീച്ചർ ആ ഓക്കെ. അലീന, പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ? ടീച്ചർ ഓർബിറ്റിന്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുന്നില്ലേ? ഓക്കെ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞേ. ഏതാ ടീച്ചർ? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ടീച്ചർ അത് പഠിച്ചില്ല. അത് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, ശനിയാഴ്ച അവധിയായിരുന്നേ. അപ്പോൾ ഇത്ര ദിവസം നമുക്ക് കിട്ടിയിട്ട് എന്തുകൊണ്ട് പറ്റിയില്ല? വെള്ളിയാഴ്ച എടുത്തില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോൾ പെൻഡിങ് ഇടരുത്. ലീഡേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളും അറിയാതെ പഠിച്ചു പോവും. അത് നമുക്ക് ഈ വരുന്ന ഇൻ്റർനാഷണൽ എക്സാം ഫേസ് ചെയ്യാൻ അത് ഗുണകരമാകും. പക്ഷേ ഇങ്ങനെ പെൻഡിങ് ഇട്ടാൽ നമ്മൾ രണ്ടുപേരും നിസ്സഹായരാകും. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പേരൻസിനോടൊരു കടപ്പാടുണ്ട്. നമ്മളത് ഒരു ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യാം. ഓക്കെ, അലൻസ് കറിയ വാട്ട് ഈസ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ? Heisenberg principle. It is impossible to determine. It is impossible to velocity. നോക്കിയല്ലോ പറയുന്നത്, കാണാതല്ലേ? കാണാതാ. ഓക്കെ, ഇമ്പോസിഷൻ എഴുതിയത് പോരാ, നീ വായിച്ച് പഠിച്ചതിൻ്റെ ഇഫക്റ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോസിഷൻ എഴുതണം. ഇമ്പോസിഷൻ എഴുതി അത് ലീഡറിനെ കാണിക്കണം. ഓക്കെ, അമിനു അനേഷ്. അമിനു, യെസ്. വാട്ട് ഈസ് ഹൺസ് റൂൾ in degenerate orbit? First when electrons are filled, first electrons take place and then pairing of. Yes, first sharing then pairing. ആ sharing ആ വാക്ക് ഓർത്തോണം. എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാൽ? ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാൽ എന്ത്? ഇലക്ട്രോൺസിനെ ശില്പ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാൽ എന്ത്? ശില്പ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ശില്പ എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്? പാർവതി ടീച്ചർ, എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്? ഇലക്ട്രോൺസിനെ ഓരോ ഷെല്ലിലേക്കും കൊടുക്കുന്നത്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഏതൊക്കെ പറഞ്ഞു? ഷെല്ലുകളാണോ? എന്താണ് ഡീജനറേറ്റ്? നമ്മൾ ഹൺസ് റൂൾ ഇൻഡീജനറേറ്റ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്? അറിയത്തില്ല. Then അനഘ, അനോജ്.
അനഘ, അനോജ്, ടീച്ചർ എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്? ടീച്ചർ ഒന്നുകൂടെ ചോദിക്കോ? ക്ലിയർ ആവുന്നില്ല. ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാൽ എന്ത്? ഓക്കെ. റോജൻ എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്? ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാൽ എന്ത്? വാട്ട് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്? ഇലക്ട്രോൺസ് ഫുൾ okay. Who can say what are degenerate orbitals? Teacher, orbitals of equal energy. Yes, orbitals having same energy are called degenerate. For example, p orbital, it has p orbitals, 3 p orbitals, the px, py and pz. They have equal energies. Both the 3 orbitals have equal energies, and each orbital can occupy 2 electrons. Therefore, the total number of electrons in the p orbital is 6. So, this is equal to this 3 orbitals. P6 is equal to distribution in 3 orbitals. ഈ 6 ഇലക്ട്രോണിനെ 3 ഓർബിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അതിനെ അവരെ P6 എന്ന് എഴുതുന്നത്. Next, the d orbital is degenerate is d. It has 5 orbitals. 1, 2, 3, 4, 5. അറിയത്തില്ലെങ്കിൽ എഴുതിയോ? Degenerate, having same energy. Having same energy. Having same energy is called degenerate. Orbitals എന്നും കൂടെ എഴുതിക്കോ, ഇല്ല പിന്നെ അതെന്ത് സാധനം എന്നുള്ള. Degenerate orbitals വെച്ചാൽ തുല്യ എനർജി ഉള്ള ഓർബിറ്റൽസ്. px, py. അതുപോലെ ഡിക്ക് 5 ഓർബിറ്റൽ ഉണ്ട്. dxy, dxz, dx square, dyz, dx squared minus y squared and dz squared. ഇനി ലീഡേഴ്സ് വേറൊരു നമുക്കിപ്പോൾ ഒരു എക്സസൈസ് ഇവിടെ ചെയ്യാം. അതിപ്പം വേണോ അതോ കുറെ കഴിഞ്ഞ് വേണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. കുറച്ചുകൂടെ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് എല്ലാ കുട്ടികൾക്കും കൊടുത്തില്ലെങ്കിൽ ഓക്കെ, അത് ഞാൻ വേറെ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമുക്ക് അവിടെ കൊടുക്കാം ഹയർ ഓർഡറിൽ. ഇതെങ്ങനെയെങ്കിലും ലോവർ ലെവലിൽ നിന്ന് പിന്നെ അവരെ ഒന്നും പറയിക്കാതെ നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ അവരെ ഇപ്പം തന്നെ എനിക്കൊരു ലീഡർ സ്ഥാനം തരിക, ഹൗസിൻ്റെ ലീഡറായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിന് അങ്ങനെയൊക്കെ ഹൗസ് വർക്കുകൾ പണ്ട് കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ പല വർക്കുകൾ നമ്മളങ്ങനെ സ്കൂളിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലീഡേഴ്സ് എന്ത് ചെയ്യും? ഞാനിങ്ങനെ എൻ്റെ ഗ്രൂപ്പിൽ ഒരു 30 സ്റ്റുഡൻസിന് തന്നാൽ ഞാൻ ഒരിക്കലും അവർ അങ്ങ് തഴയത്തില്ല. ഏതെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള ഒരു കഴിവിനെ, ഇപ്പോൾ NSSൽ തന്നെ എനിക്കറിയാം, എനിക്ക് പല ഏരിയാസിൽ കുട്ടികളെ വേണം. ഞാനെന്ന ലീഡർ NSSൻ്റെ സ്ഥാനം വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്ന വർക്ക്, ഇന്ന ഏരിയയിലെ വർക്കാണ് ഞാൻ എൻ്റെ എയിം. എനിക്ക് ഇന്ന വലിയ വർക്കുകൾ ചെയ്യണം. അപ്പം ഞാൻ ആ സെലക്ഷൻ ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ മാത്രമല്ല നമ്മൾ നോക്കുന്നത്. നമുക്കിപ്പോൾ ഉദാഹരണത്തിനൊരു വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള ഒരിടത്ത് നമ്മൾ അവിടെ ഒരു ഒഴുക്ക് കാണുന്നു. അപ്പോൾ നമുക്ക് അവിടെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അവിടെ ഒരു വലിയ കുളം പോലെ ഉണ്ടാക്കിയാൽ ആ കുളത്തിലെ വെള്ളത്തിനെ നമുക്ക് ഇപ്പുറത്തൂടെ കൃഷി എടുത്താൽ നമുക്ക് എക്സർഷനില്ല, ഈ വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇങ്ങനെ പല ഐഡിയാസ് നമുക്ക് ആ ഒരു, അല്ലാതെ കുളം നിൽക്കുന്ന ഇടത്ത് നിന്നാ കുഴി എടുക്കുകയല്ല. നമുക്കൊരു വിഷൻ വേണം. എവിടെ എന്തെടുത്താൽ എവിടെ ഒരു ഒഴുക്ക്, എവിടെ ഒരു താഴ്വാര, എവിടെ ഒരു പല ആംഗിളിൽ കൂടെ നമ്മൾ ഒരു ലീഡർ എന്ന നിലയിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇങ്ങേറ്റം ടോപ്പായിരിക്കുന്നവൻ പിന്നെ പറമ്പിലിറങ്ങാതെ ഇരിക്കുന്ന ഒരു സൈസിനെ പിടിച്ചുകൊണ്ട് നമ്മൾ കുഴിയെടുക്കാൻ വെച്ചാൽ അവൻ നമുക്ക് തലവേദനയായിരിക്കും. അവൻ ആ പണി കൊടുക്കാതിരിക്കുക. അപ്പോൾ അവന് പറ്റിയതേ അവന് കൊടുക്കാവൂ. പിന്നെ അത് കഴിയുമ്പോൾ പുസ്തകം കണ്ട അലർജി ഉള്ളവനുണ്ട്, അവനെ ഒത്തിരി പുസ്തകം പിടിപ്പിക്കാതിരിക്കുക. മാഗസിൻ വർക്ക്, റൈറ്റിംഗ് വർക്ക്, അങ്ങനെ ഇൻ്റലക്ച്വൽസ് ഞാൻ കൊടുക്കും. അതേസരി ഇത്തിരിയുള്ള മാൻ പവർ വേണ്ട അടുത്തൊക്കെ അതിലോട്ട് താല്പര്യമുള്ളവരെ എടുക്കും. അപ്പോൾ ഒരു ലീഡറിൻ്റെ പിന്നെ കാര്യം ലീഡർ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഒരേപോലെ ഇൻ്റലക്ച്വൽസ് അല്ല, ഒരേപോലെ ടാലൻറ്റഡ് അല്ല. അപ്പോൾ ഓരോ ടാലൻസിനെയും മനസ്സിലാക്കി നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യരുത്, ഇവരെ അവോയ്ഡ് ചെയ്യരുത്. നമ്മൾ അതൊരു ഇതാണ് അവരെ എല്ലാം ഒരുപോലെ
കണക്കാക്കുക എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം പിള്ളേരെ ലീഡറിൻ്റെ ഒരു ഭാഗമാണ്. ഞാനിപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ചിലർ ഉത്തരം പറഞ്ഞില്ല. അതിൻ്റെ ഒരു പ്രയാസം കൊണ്ട് എനിക്ക് ഇത്രയും പറഞ്ഞു. അവരിങ്ങളാരും കുറ്റപ്പെടുത്തുന്നതല്ല. എങ്കിലും ഞാൻ പറയുക, എൻ്റെ 5 വർഷത്തെ പ്രാക്ടീസും ഉണ്ട് ഇത്തരത്തിൽ കുട്ടികളെ ക്ലാസ്സിൽ നിന്നും പുറത്തെടുത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പല ഏരിയാസിലൊക്കെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ഉദ്ദേശം ഒരു റഫറി കളിച്ച് അവരെ എല്ലാം കോപ്റ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ ലിമിറ്റ്സിനകത്ത് നിൽക്കണം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണം. ഇങ്ങനെ ഒരു സൈസ് തന്ത്രമാണ്. നമ്മളെപ്പോഴും മെൻ്റൽ എന്താ പറയുക ചിന്തയിലായിരിക്കണം എപ്പോഴും. അപ്പോൾ നമ്മളെപ്പോഴും നിരീക്ഷിക്കണം എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇന്നത്തെ എത്രത്തോളമായി, നമ്മുടെ ഇതിൽ എങ്ങനെ എത്തി, ഇമ്പോസിഷൻ എഴുതിയോ, അങ്ങനെ പലതും നോക്കണം. അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ കഴിവുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള നല്ല ശിക്ഷയും കൊടുത്തിട്ടുണ്ട്, നല്ല സൂപ്പർ ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. ചിരിച്ചെങ്ങനെ ഇരിക്കുമെങ്കിലും കലിമുത്ത എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഒന്നാന്തര ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അറിയാതെ മൊബൈലോ അല്ലെ എന്തെങ്കിലും പാതിരാത്രിയായാലും ഉറങ്ങത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഉറക്കമില്ലല്ലോ, ഞാൻ നല്ല ചൂരിലും കീഴെ വെച്ചിട്ടുണ്ട്. കൊട്ടുതാണ്ടെണ്ണവും കൊടുത്തേച്ച് അവിടെ ഇട്ട്. അപ്പം അതൊക്കെ ഞാനെന്ന ലീഡർ അത്തരത്തിൽ ആ ആംഗിൾ വരെ പൊയ്ക്കോളാം. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ലീഡേഴ്സ് വളരെ ഹാപ്പി ആയിട്ട്, അതായത് ലാസ്റ്റ് ദിവസം എല്ലാവരും കൈ കോർത്ത് പിരിയുമ്പം വളരെ വിഷമിച്ചാണ് പിരിഞ്ഞത്. അവിടെയാണ് ഞാൻ എൻ്റെ വിജയം എന്ന് ഞാൻ കണ്ടെത്തിയത്. മീൻസ് ഞാൻ എന്ന വ്യക്തിക്ക് അവിടെ എല്ലാ കുട്ടികളിലും ഇടയ്ക്കൊരു എന്താ പറയുക അവരുടെ ഇടയിലുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ നടത്തി അവരുമായിട്ട് നല്ലൊരു കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ്. അപ്പം നമ്മുടെ എന്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമ്പോഴും എന്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോഴും ലീഡർമാർക്ക് ഒരു ചെറിയ ഉത്തരവാദിത്വം കൂടെ തരുന്നത് കൂടെയുള്ള പിള്ളേരെ കൂടെ എങ്ങനെയെങ്കിലും കോപ്റ്റ് ചെയ്യിക്കുക. മനസ്സിലായോ? ഇതിനകത്ത് ഒരുത്തൻ സെക്കൻഡ് ഇയറിലുണ്ട്. അവനാണെങ്കിൽ സർവത്ര കാര്യങ്ങൾ ഡിസൈൻ വർക്കിലൂടെ എഴുതുന്നത്. നീ മൊബൈലിൽ കിടന്ന് ഡിസൈൻ കളിച്ചാണെങ്കിലും ഇമ്പോസിഷൻ എഴുത്. അപ്പം അവനെ കൊണ്ട് വേണേൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇച്ചിരി പൈസ ആക്കി. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയറിന് നോട്ട് കൊടുക്കാം. എനിക്ക് ഈ ബോർഡിൽ കിടന്ന് എഴുതി പിടിപ്പിക്കുന്ന എന്തൊരു പാടാണെന്നറിയോ. ഫോട്ടോസ്റ്റാറ്റ് എടുത്തും കൊടുത്ത് ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാം. ലീഡേഴ്സിനൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള വേറെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ചെയ്തു. ഞാൻ വേറെ പിള്ളേരോട് ഇച്ചിരി ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും അവിടെ കിടന്ന് അലക്കരുത്, ഫോട്ടോസ്റ്റാറ്റ് ചെയ്യാൻ ടീച്ചർ തന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഇവരിലെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ഇവർക്കൊരു കൈ കൊടുക്കണം. ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? അപ്പം അത് ചെയ്യാൻ നോക്കുക. അപ്പം ലീഡേഴ്സ് ഇച്ചിരൂടെയൊക്കെ നമ്മുടെ വിഷൻ, കുട്ടിയുടെ കഴിവ് അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. ഭേദപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ടോപ്പേഴ്സ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് സെക്കൻഡ് ഇയറിന്. അപ്പോൾ ടോപ്പേഴ്സ് മാത്രം ഫുൾ A+നെ മാത്രം ഇരുത്തി അവരോടൊപ്പം റിവിഷൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ അവർ റിവിഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഷൂട്ട് ചെയ്ത് ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുത്ത് എക്സസൈസ് ചെയ്ത് ഫുൾ ഒപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ഞാൻ. അങ്ങനെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഇവരെ കൈപിടിക്കാൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഓക്കെ? അപ്പോൾ കൃത്യമൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പോഴേ ഈ പിള്ളേർ ഇതെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ട് വരും. എന്ത് കഷ്ടപ്പെട്ട് ഡീജനറേറ്റർ 50 തവണ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഇരിക്കുക ഡീജനറേറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ. അപ്പോൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ കഥയും കൊച്ചു വർത്താനവും വേണം. പക്ഷെ അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് വർക്കിനാണ് ഞാൻ ടൈം ഇടയ്ക്കിടയ്ക്ക് തരുന്നത്. ഇനി അടുത്ത ഡീജനറേറ്റ് ആര്? any other orbital S and F of S and which is degenerate? എസിലും എഫ് ഓർബിറ്റൽ, ഈ 2 ഓർബിറ്റൽ ആർക്കാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉള്ളത്? എഫ്. ഓക്കെ, എഫിന്റെ 7 ഡീജനറേറ്റ് ഓർബിറ്റൽ. അത് മാത്രം അത് MSc ലെവലിൽ പഠിക്കുക, നമുക്ക് ഇവിടെ എങ്ങും വേണ്ട. 7 ഡീജനറേറ്റ് ഓർബിറ്റൽസ്. 7 ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ ഈ ഡീജനറേറ്റ് എന്ന് വെച്ചാൽ ഈക്വൽ എനർജി ഉള്ള ഓർബിറ്റൽ 7. ഇത് 7 എണ്ണം ഇങ്ങനെ വരച്ചിട്ട് ഉണ്ട്. നമ്മുടെ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. എസിന് ഡീജനറേറ്റിലെ ഓൺലി 1 ഓർബിറ്റൽ ആൻഡ് ദാറ്റ് ഈസ് ദ എസ് ഓർബിറ്റൽ, സ്പെറിക്കൽ ഓർബിറ്റൽ. ഇത് 1s. പിന്നെ 2sലെ ഓർബിറ്റൽ ആണെങ്കിൽ ഇവിടെ അടുത്ത ലെയറിൽ നമ്മളിങ്ങനെ അത് റേഡിയൽ വേവ് ഫംഗ്ഷൻ. ഇതൊക്കെ പെട്ടെന്ന് പറയാന്ന് വെച്ചാൽ ഒരു ഡിഗ്രിയുടെ പകുതിയോളം എത്തിയിട്ടൊക്കെ പറയണ്ട. അപ്പം ഒത്തിരി ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇത് 2s. നമുക്ക് അടുത്ത ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് എഴുതുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതാണ്. ഞാനിപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെ ആൻസർ പറയുന്നുമില്ല. എനിക്ക് ടെസ്റ്റ് പേപ്പർ കുറേ ദിവസത്തെ വർക്കാണ്. മറ്റേത് മിക്കവാറും എല്ലാവർക്കും 9.5 10 മാർക്കുണ്ട്. ചിലർക്കൊക്കെ ഉള്ളൂ 3 4. അവർ ഇതിനിടയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഒരു വിഷമം ഉണ്ടാക്കിക്കുന്നില്ല. ഒരു ചാൻസ് കൂടെ. ഓക്കെ, പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ നോക്കിയെടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട് പിള്ളേർ. അപ്പം ഇച്ചിരി നല്ലൊരു ടെസ്റ്റ് പേപ്പർ വേണം വെച്ചാൽ അവരുടെ കുറവുകളെ കൂടെ എനിക്കൊന്ന് അറിയണം.
ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഉള്ള ഒരു ഓറൽ ടെസ്റ്റും ഞാനൊരു മാനദണ്ഡമായിട്ട് എടുക്കാം. ലീഡേഴ്സുമായിട്ട് ഒന്ന് ചർച്ച ചെയ്ത് ഓരോ കുട്ടിയെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് അവർക്കൊക്കെ ഒരു ബോണസ് മാർക്കൊക്കെ കൊടുക്കും, അവർക്കൊക്കെ ഓരോ കഴിവുകൾക്ക്. പിന്നെ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് ഒരു ഹാഫ് മാർക്കോ ഒക്കെ കൊടുക്കാം. സോ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ? ഓർബിറ്റൽ അല്ലെ ഓർബിറ്റ് ആദ്യം ഇരിക്കട്ടെ. ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ ഇത് ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ? റൈറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ. ഏത് എളുപ്പ വിധത്തിൽ നമുക്ക് പഠിക്കാവോ? എനിക്ക് ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം, പാരഗ്രാഫ് കാണുമ്പോഴേ ഒരു വിറയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ടെക്നിക്കൽ ഇതൊക്കെ ഉപയോഗിച്ച് എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന തരത്തിലുള്ള എഴുത്ത് ശൈലികൾ ഞാൻ പ്രയോഗിക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴികളാണ് കേട്ടോ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ദ ഫസ്റ്റ് ഓർബിറ്റ്, ദ കെ ഷെൽ, സെക്കൻഡ് ഓർബിറ്റ്, ദ എൽ ഷെൽ, എം ഷെൽ, എക്സെട്ര. ദ പാത്ത് along which electron revolves or rotates. രണ്ടും നടക്കുന്നുണ്ട് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർബിറ്റ്സ് ഉണ്ട്, അല്ലാതെ ഓർബിറ്റൽ ആണ്. ഇനി വാട്ട് ഈസ് ഓർബിറ്റൽ? അതിൻ്റെ ഡെഫിനിഷൻ എഴുതട്ടെ. പാത്ത് along which electron rotates. അതാണ് ഓർബിറ്റ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഇതിൻ്റെയും ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് സ്പേസില് ആ ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്ന അത്ര ഇടത്തിനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. കേട്ടോ, ഗോളാകൃതിയിലെ ആ ഇലക്ട്രോണിനെ നമ്മളിങ്ങനെ എപ്പോഴും ക്യാമറ വെച്ച് നിരീക്ഷിക്കുമ്പോൾ ഒരു വേള ഇവിടാണ്, ഒരു വേള അടുത്ത പോയിന്റ് ഇവിടെ. അതായത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ ഇലക്ട്രോൺ ഈ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി വേറൊരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു പോയിന്റ്, പല പ്രാവശ്യം അവൻ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള പിക്ചർ എടുത്ത് വന്നപ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു കവറേജിനല്ലാതെ അത് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. So this is another orbital. So what the definition is, the region in space for orbital, the region in space-ile ആ പ്രദേശം where electrons are found. The region in space where electrons are found. The s orbital, p orbital, d orbital, നമ്മൾ d അടുത്ത് വരയ്ക്കാം. d orbital and f orbital. The different orbitals are s, p, d and f. The different orbitals are s, p, d and f. വ്യത്യസ്ത ഓർബിറ്റലുകൾ ആരൊക്കെയാ? യെസ്, അടുത്ത പോയിന്റ്. The region in space where electrons are found is called orbital. അത് അതിന്റെ ഡെഫിനിഷനും കൂടിയാണ്. Is called orbital. What is orbit? The path along which the electron rotates is called orbits. The path along which electron rotates is called orbit. Then next, orbit is circular, but the other one it has different shapes, spherical, dumbbell, double dumbbell, etc. നമുക്ക് ആ പോയിന്റ് എഴുതാം. ഓർബിറ്റ് എപ്പോഴും സർക്കുലർ ആണ്, 2 ഡയമെൻഷനിലുമാണ്. എക്സും വൈയും ആക്സിസ് ആയ ഒരു പ്ലെയിനിൽ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ ഓർബിറ്റൽസ് 3 ഡയമെൻഷനിലാണ്. അപ്പോൾ രണ്ടും ഡിഫറൻസ് എഴുതാം. ഒരു രസം. ഓർബിറ്റ്സ് ആർ സർക്കുലർ. സർക്കുലർ രീതിയിലാണ്, 2 ഡയമെൻഷൻ. അതൊരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസ്, ഒരു പ്ലെയിൻ വേണം നമുക്ക് ഓർബിറ്റിനെ വരച്ച് കാണിക്കണമെങ്കിൽ. അവർ സർക്കുലർ റീജിയനിലാണ്. പക്ഷെ ഇവിടെയോ ദേ ആർ സ്പെറിക്കൽ. എസ് ആണെങ്കിൽ സ്പെറിക്കൽ പല ഷേപ്സ് ആണ്. സ്പെറിക്കൽ. പിയുടെ ഡംബൽ, DUMBELL ഡംബൽ. ഡി ആണെങ്കിൽ ഡബിൾ ഡംബൽ, 2 ഇങ്ങനത്തെ ക്രോസ് പോലെ ആ പി ഓർബിറ്റിൽ ഇരിക്കുന്നത്. ഡബിൾ ഡംബൽ നമ്മൾ അതിനെ വിളിക്കും. ഡബിൾ ഡംബൽ, DUMBELL ഡംബൽ. അപ്പൊ ഇത് സർക്കുലർ മാത്രമാണെങ്കിൽ മറ്റത്
അതായത് this is 2-dimensional. Orbits are 2-dimensional representation, are 2-dimensional. ഒരു പ്ലെയിൻ മതി ഓർബിറ്റിനെ കാണിക്കാൻ. പക്ഷെ മറ്റത് 3-dimensional ആണ്. Orbitals are 3-dimensional figures. Orbitals are 3D figures. 3-dimensionally കാണിക്കാവുന്ന സ്പേസ് നമുക്ക് മൊത്തത്തിൽ കാണിക്കാവുന്ന 3D ഫിഗേഴ്സ് ആണ് ഓർബിറ്റ്. മതി, 2-3 എണ്ണം മതി. ആ പാത, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോൺ കാണുന്ന പ്രദേശത്തെ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നു. ഓർബിറ്റൽ സർക്കുലാർ ആണെങ്കിൽ but orbitals are spherical, double, etc. തെറ്റിപ്പോയത് ഓർബിറ്റ് മറ്റേന് ടെല്ല്. ഇനി ഇവിടെ ഓർബിറ്റ്സ് ആർ 2-dimensional but orbitals are 3-dimensional. ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒത്തിരി ഒന്നും പഠിക്കുന്നില്ല, കുറേശ്ശെ മാത്രമേ പഠിക്കുന്നുള്ളൂ. പെൻഡിങ് ഇടുമ്പോൾ അത് ഒത്തിരി ആയി പോകും. പിന്നെ നമുക്ക് തന്നെ കൺട്രോൾ ഇല്ലാതെ പോകും. വിഷമം വരും, ദേഷ്യം വരും. ലീഡറിനോട് ദേഷ്യം വരും, എന്നോട് ദേഷ്യം വരും. ദേഷ്യം വരരുത്. എഴുതിയോ? നെക്സ്റ്റ് ഹെഡിങ് നമ്മൾ കൊടുക്കും ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റലിന്റെ ഷേപ്പാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം 2-3 പോയിന്റ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഓർബിറ്റലിന്റെ ആഴത്തിലേക്ക് നമ്മളൊന്ന് പോവാണ്. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. ഹെഡിങ് കൊടുത്ത് ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. അത് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് രസാന്തരത്തിന്റെ ആഴത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ തൊട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവൻ പഠിച്ചാണ് നീങ്ങുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണ വേണം. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. ഓക്കെ. ഇനി എസ് ഓർബിറ്റൽ. യെസ്, ആ റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് വൈ 2 ആക്സിസ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സ്പെറിക്കൽ രീതിയിൽ. അത് എസ് ഓർബിറ്റൽ. അത് 1s നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ എസ് ഇതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിന്റെ ചുറ്റും. ഇതാണ് 2s. അപ്പൊ ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ എംപ്റ്റി സ്പേസിനെയാണ് നോഡ് എന്ന് വിളിക്കുന്നത്. നോഡ്, എംപ്റ്റി സ്പേസ്, ആരും ഇല്ലാത്ത ആ സ്ഥലം. തേങ്ങയൊക്കെ പൊതിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? ചിരട്ട, പിന്നെ തൊണ്ട്, പിന്നെ ഇച്ചിരി വിടവിന്റെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നോഡ് എന്ന് പറയുന്നത് 2 ഓർബിറ്റുകൾക്കിടയിലുള്ള എംപ്റ്റി സ്പേസ്. എവിടെയാണേലും എംപ്റ്റി ഒഴിഞ്ഞിരിക്കുന്ന ആ ജംഗ്ഷൻ, ഇലക്ട്രോൺ ഇല്ലാത്ത പ്രദേശത്തെയാണ് നോഡ് എന്ന് വിളിക്കുന്നത്. നോ ഇലക്ട്രോൺ ഫൗണ്ട്. The place where no electron found is called node. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെയും പറയാം. അടുത്തത് p ഓർബിറ്റൽ. p ഓർബിറ്റൽ ഡീജനറേറ്റ് ആണെന്ന് പറഞ്ഞു. px, py, pz 3 എണ്ണം നമുക്ക് വരച്ച് കാണിക്കാനുള്ള. അപ്പൊ x, y, ഇതിലെ p ഇങ്ങനെ px കണ്ടോ? എക്സ് ഓർബിറ്റലിലൂടെ ഓറിയന്റ് ചെയ്യുന്നത്, അത് px ഓർബിറ്റൽ. ഇനി py, അത് y ഓർബിറ്റലിലൂടെ ഓറിയന്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ py എന്ന് വിളിക്കുന്നത്. ഇതിൽ രണ്ട് ഈ ഒരു ജംഗ്ഷനിൽ ഇലക്ട്രോൺ ഇല്ല, അപ്പൊ ഇതിനെ നമ്മൾ നോഡ് എന്ന് വിളിക്കുന്നു. ഇവിടെ അതുണ്ട്. ഇനി ഇത് മൂന്നാമത്തെ എക്സ്, വൈ, ഇത് ഇസഡ് ഓർബിറ്റൽ. സോ ഇതിന്റെ പേര് pz. കണ്ടോ? ഇലക്ട്രോൺ കാണാത്ത ആ ഒരു പോയിന്റിന് പറയുന്ന പേര് നോഡ്. ഇത് നോഡ് എവിടെയുണ്ട്, ഏതൊരു ഓബ്ജക്റ്റിലും ഒരു നോഡ് എവിടെയെങ്കിലും കാണും. ഇലക്ട്രോൺ കാണാത്ത ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ നോഡ് എന്ന് വിളിക്കുന്നു.
അപ്പോൾ പി ഓർബിറ്റൽസ് 3 തരം. പി ഒക്കെ ആയിരിക്കും, പിന്നെ ചിലപ്പോൾ ഡിയും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഡി വരയ്ക്കാൻ എളുപ്പമുള്ള ഒരു രീതിയിൽ ഞാൻ വരയ്ക്കാം. ടെക്സ്റ്റിലൊക്കെ ആ 3D ഫിഗറൊക്കെ ചിലപ്പോൾ കാണിച്ചിരിക്കുന്നത് വലിയ പാടാണ്. അതുപോലെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നവർക്കും അത് വരയ്ക്കാം കേട്ടോ. ഞാൻ പിന്നെ സിമ്പിൾ ഫോമിൽ വരയ്ക്കാൻ പറ്റുന്ന തരത്തിൽ വരയ്ക്കാം. വരച്ചോളൂ കേട്ടോ, സിമ്പിളാണിത്. അടുത്ത ഡി ഓർബിറ്റൽ 5 പ്ലസ് മാർക്ക് വരയ്ക്കണേ ഡി വരയ്ക്കാനായിട്ട്. 1 2 3 കാണാവോ? ക്യാൻ യു സീ? പിള്ളേരെ കാണാവോ? കാണാവോടി? ഓക്കെ. എന്നടി എല്ലാവർക്കും വിഷമം പോലെ. കെമിസ്ട്രി ഈസ് ഈസി, ഡോണ്ട് മേക്ക് ഇറ്റ് വെരി ഹാർഡ്. 4 കഴിഞ്ഞ് 5-ാമത്തത് വരയ്ക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പീയിലേക്ക് തിരിഞ്ഞു. അത് മൊത്തം വായിക്കാം. ദേ 5 നമ്മൾ പ്ലസ് വരച്ചു. ഇതിൽ ഒരാളെ പേര് DXY, DXZ, DYZ, പിന്നെ DX² - Y², DZ². ആ പേരനുസരിച്ച് ഇതിന് കൊടുത്തേക്കുക ആക്സിസുകൾ. ഇതിനെ Z ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ഡംബൽ അല്ലേ, 2 ക്രോസ്, 2 പി ഓർബിറ്റലിന്റെ ഇടയിൽ കൂടെ കണ്ടോ, 3 എണ്ണത്തിന്റെ ഇടയിൽ കൂടെ വരച്ചു കൊടുത്തത് 3 ഓർബിറ്റൽസ്. ഡബിൾ ഡംബൽ കണ്ടോ, ഡബിൾ ഡംബൽ. ഇതിനെങ്ങനെയാണെന്നറിയോ? എക്സും വൈയും 2 ആക്സിസ്, അതിൻ്റെ ഇടയിൽ അതിന്റെ ആക്സിസ് വഴി ആയിരിക്കണം പി. DX² - Y². പിന്നെ DZ². അതെങ്ങനെയാണെന്നറിയോ? ഡി ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു റിങ് അങ്ങോട്ട് കൊടുക്കണം. ഒരു റിങ്ങിനെ 2 റിങ് വരച്ചാൽ മതി. അപ്പോൾ ശരിക്കും ഒരു റിങ് പോലെ ആയിക്കോളും. അപ്പൊ നോക്കിയേ, 5 ഡി ഓർബിറ്റൽസ്, ഒരു പോണക്കത്തെ 3 എണ്ണവും 2 എണ്ണം വ്യത്യസ്തരും കണ്ടാൽ. പക്ഷെ ഇവരുടെ എനർജി സെയിം ആയതുകൊണ്ട് ഈ 5 ഡി ഓർബിറ്റൽസും ഡീജനറേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കി. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ് എന്താണെന്ന് കണ്ടു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പാഠത്തില് നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. ഇതിനകത്ത് ഇനിയും കുറെ എക്സസൈസ് ഒക്കെ ചെയ്യണം. ഈ പാഠം ഒരു ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ തുടക്കം മുതൽ ഇത് തുടക്കം കാഥോഡ് റേസ്, ആനോഡ് റേസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസ്, പിന്നെ ഡ്യുവൽ നേച്ചർ, അപ്പോൾ ആ ഏരിയ മുതൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിവിഷൻ ഇന്നോ നാളെ എപ്പോഴെങ്കിലും ഞാനത് പറയാം കേട്ടോ. എനിക്ക് ഫ്രീ ആവുന്ന എപ്പോഴാണ് കൃത്യം പറയാനൊക്കത്തില്ല. ഞാൻ 1-2 പേരെ ഇൻഫോം ചെയ്താൽ ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ലീഡേഴ്സിനെ മാത്രം ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഞാൻ എങ്ങനെ വേണോ ഞാനൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു പുതിയ മോഡ്യൂൾ അതിന് തയ്യാറാക്കണം കേട്ടോ. പഠിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? മറ്റുള്ളവരെ കൈ കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ലീഡേഴ്സിനൊരു താല്പര്യവും വേണം. അപ്പോൾ ഈ ടോപ്പിക് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാഫ് ഉണ്ട്, ഞാൻ വരച്ചില്ല നോട്ടിൽ, ഞാനത് തയ്യാറാക്കിയിട്ട് തരാം. ഓക്കെ, അതുകൂടെ ഉള്ളൂ റേഡിയൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം.
പിന്നെ പഠിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വം. അപ്പോൾ അതും പഠിച്ചു വരുമ്പോഴേ ഇനി അതിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ പാഠം. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കയറേണ്ടതുണ്ട്. വെറുതെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഏതായാലും അടുത്ത വർഷം ഈ വർഷത്തെ ഒരു എന്നാ പറയുക വർക്കാണ് അടുത്ത വർഷത്തെ നമ്മുടെ ഒരു ഉത്തരവ്. ഇതിൻ്റെ ബാലൻസ് ആണ് സെക്കൻഡ് ഇയറിൽ, യാതൊരു സംശയമില്ല. അതിൻ്റെ എന്തെങ്കിലും കെമിസ്ട്രിയെ കുറിച്ച് അറിയണമെങ്കിൽ ഈ കഥകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അടുത്ത ഒരു 2-3 ടോപ്പിക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. We will write the name of the next lesson, classification of elements and periodicity in properties. ഇത് ഇത്രയും വരച്ചോ? വരയ്ക്ക്